ഏലപ്പാറ ടൗണിന് സമീപത്തെ കോഴിക്കാനം റോഡിൽ അനധികൃത പാർക്കിംഗ് മൂലം യാത്രക്കാർ ദുരിതത്തിലാകുന്നു. റോഡിന് ഇരുവശവും സ്വകാര്യ വാഹനങ്ങൾ കൈയടക്കി പാർക്ക് ചെയ്യുന്നത് ഈ ഭാഗത്ത് കടുത്ത അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. അവധി ദിനങ്ങളിലും മറ്റ് തിരക്കുള്ള ദിവസങ്ങളിലും മണിക്കൂറുകളോളം നീളുന്ന ഗതാഗതക്കുരുക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഏലപ്പാറ സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും കോഴിക്കാനത്തേക്ക് കയറുന്ന ആദ്യത്തെ 100 മീറ്ററോളം ഭാഗത്താണ് നിയമങ്ങൾ കാറ്റിൽ പറത്തിയുള്ള ഈ വാഹന പാർക്കിംഗ്. റോഡിന്റെ വളവ് ഭാഗങ്ങളിൽ പോലും വാഹനങ്ങൾ നിർത്തിയിടുന്നത് ഇതുവഴി സർവീസ് നടത്തുന്ന ബസ്സുകളടക്കമുള്ള വലിയ വാഹനങ്ങൾക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. നിരന്തരമായി കണ്ടുവരുന്ന ഒരു കാഴ്ചയെ കുറിച്ചാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഏലപ്പാറയിൽ നിന്ന് ഹെലിബറിയിലേക്ക് തിരിയുന്ന റോഡ്, ഇവിടെ പഴയ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഇരുന്ന സ്ഥലം, ഇപ്പോൾ അവിടെ അംഗൻവാടി നടത്തുന്ന കുട്ടികളൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്. ഈ റോഡിൽ നിരന്തരമായി ഞങ്ങൾ കണ്ടുവരുന്ന ഒരു ട്രാഫിക് ജാം. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അനധികൃതമായിട്ട് ഇവിടെ വണ്ടികൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി അവർ പോവുക, അല്ലെങ്കിൽ അവരുടെ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി വണ്ടി അവിടെ ഉപേക്ഷിച്ചിട്ട് പോവുക. മണിക്കൂറുകൾക്ക് ശേഷമാണ് അവർ വരിക. അതിനുശേഷം ഇവിടെ വരുന്ന വണ്ടികൾക്കൊക്കെ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ട്രാഫിക് ജാമാണ്. ഇവിടെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, റേഷൻ കടകളുണ്ട്, അംഗൻവാടിയുണ്ട്. ഇത് മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ കുമളിയിലേക്കും വണ്ടിപ്പെരിയാറിലേക്കും ഒക്കെ പോകുന്ന ഒരു റോഡാണ്. ഇതിൽ 4-5 ബസ്സുകൾ റൂട്ട് ചെയ്യുന്നുണ്ട്. ഇതുവരെ സമാധാനമൊക്കെ ആ ബസ്സുകൾക്കൊന്നും യാത്ര ചെയ്യാൻ ഇതിന് പറ്റിയിട്ടില്ല. നാളുകളായ പ്രദേശവാസികൾ ഈ വിഷയം ഉന്നയിക്കുന്നുണ്ടെങ്കിലും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. ഏലപ്പാറ ഗ്രാമപഞ്ചായത്തും പോലീസും സംയുക്തമായി ഇടപെട്ട് ഈ അനധികൃത പാർക്കിങ്ങിന് അടിയന്തരമായി തടയിടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഏലപ്പാറ.